വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആണ്, അഥവാ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഒട്ടും ഡിലേ ആക്കുന്നില്ല. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിറ്റർമിനൻസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോ ഞാനൊരു ഡിറ്റർമിനന്റ് എഴുതാം. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് തരിക, അല്ലെങ്കിൽ ഫൈൻഡ് ഡിറ്റർമിനന്റ് ഓഫ് 2, 4 - 1, 2. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു 2/2 ഫോമിലാണ് കിടക്കുന്നത്, കണ്ടാൽ തന്നെ നമുക്കറിയാം. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. കമ്പാരിറ്റീവ്ലി 3/3 സ്ട്രക്ചറിനെക്കാട്ടിലും എളുപ്പമാണ്. ഈ ഒരു സ്ട്രക്ചറിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഈ നമ്പേഴ്സ് പരസ്പരം ക്രോസ് ചെയ്യുക, ഇടയിൽ ഒരു മൈനസ് ഇടാം. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യും? അപ്പോൾ 2 × 2 - -1 × 4. 2 × 2 - -1 × 4. ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. ഈ ഓപ്പോസിറ്റ് നമ്പേഴ്സ് പരസ്പരം ക്രോസ് ചെയ്യുക. 2 × 2 ഇടയിൽ ഒരു മൈനസ് ഇടാം. -1 × 4 -1 × 4. 2 × 2 എത്രയാണ്? 4. 4 - -4 എന്ന് വരും, =8 എന്ന് വരും. സോ ഒന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ബേസിക്കലി എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ആയ എലമെന്റ്സ് ക്രോസ് ചെയ്യുക, ദെൻ ഇടയിൽ ഒരു മൈനസ് ഇട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അടുത്തൊരു ചോദ്യം. x - 1 x + 1 x ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ? പറ്റും. ഓപ്പോസിറ്റ് എലമെന്റ്സ് ക്രോസ് ചെയ്യാം. എന്ത് വരും? x × x - x + 1 × x - 1. x × x - x + 1 × x - 1. ഈ x + 1 × x - 1 ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? a + b × a - b യിലല്ല കിടക്കുന്നത്. സോ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. x² - x² - 1² എന്ന് വരും. ശരിയല്ലേ? a + b × a - b = അത് നമ്മൾ എഴുതി തരാം. a + b × a - b = a² - b² ആണ്. ഇവിടെ a ന്റെ സ്ഥാനത്ത് x ആണ്, b ന്റെ സ്ഥാനത്ത് 1 ആണ്. സോ x + 1 × x - 1 എന്ത് വരും? x² - 1² എന്ന് വരും. സോ നമ്മൾ ഇവിടെ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. സോ x² - x² + 1² എന്ന് വരും. x² - x² + 1². മൈനസ് ഉള്ളിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെയല്ല വരിക. ദെൻ മൈനസും ക്യാൻസൽ ചെയ്ത് ബാക്കി 1² എന്ന് വരും, =1 എന്ന് വരും. 1² = 1 എന്ന് വരും. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. 2/2 ആണെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. തേർഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ചെയ്ത പോലെയല്ല, ചെറിയൊരു വ്യത്യാസം കാണിച്ചു തരാം. x3 = 5. ഫൈൻഡ് x. അവര് ഡിറ്റർമിനന്റിന്റെ വാല്യൂ 5 എന്ന ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മളോട് ഈ ഡിറ്റർമിനന്റിനകത്തുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇതേ മെത്തേഡാണ്. വളരെ സിമ്പിൾ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്ത് നോക്കിയേ. 2 × x - 5 × 3 = 5. ശരിയല്ലേ? ഇതാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 2 × x - 5 × 3 കണ്ടുപിടിച്ചു. പക്ഷേ ഇതിന്റെ ഡിറ്റർമിനന്റ് ആയി = ഒരു വാല്യൂ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 5 ആണെന്ന്. സോ 2 × x - 5 × 3 = 5 എന്ന് എഴുതാം. സോ 2x - 15 = 5 എന്ന് എഴുതാം. 2x = 15 + 5, അല്ലെങ്കിൽ 5 + 15 എന്ന് എഴുതാം. അതായത് -15 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? =ന്റെ അപ്പുറത്ത് പോകുമ്പോൾ +15 ആവും. അപ്പൊ 2x = 20 എന്നാവും. 2x = 20. x = 20 / 2 = 10 എന്ന് വരും. സോ നമുക്ക് x ന്റെ വാല്യൂ കിട്ടിയില്ലേ? x = 10. ഇതാണ് ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അവരൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. അതിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അവർ, അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്തുള്ള എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു, ഇടയിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ ആ ഇക്വേഷൻ എന്തിന് ഇക്വേറ്റ് ചെയ്യുന്നു? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. വളരെ സിമ്പിൾ ആണ്. അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ. ഈ ഒരു മെത്തേഡിലുള്ള അടുത്തൊരു ചോദ്യമാണ്. (3x x 1 = 3241). അവർ രണ്ട് ഡിറ്റർമിനൻസ് ഇക്വേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. 3 × 1 - x × x = 3 × 1 -
4 into 2 എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വെച്ച് ഇങ്ങനെ തന്നെ വരിക. സോ എന്ത് വരും? 3 minus x square equal to 3 minus 8 എന്ന് വരും. 3 minus x square equal to 3 minus 8 എന്ന് വരും. Therefore നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? x square ആണ്. സോ അത് അവിടെ നിൽക്കട്ടെ. സോ അതിന് മുമ്പ് 3 minus x square equal to 3 minus 8 എത്ര വരും? -5 എന്ന്. 3 minus 8 -5. x square നമുക്ക് അങ്ങോട്ട് ഇടാം. സോ x square equal to -5 ഇപ്പുറത്തുമ്പോൾ +5 ആവും. 3 plus 5. So x square equal to 8 എന്ന് കിട്ടും. x square equal to 8 എന്ന് കിട്ടും. Therefore x equal to plus or minus root 8 എന്ന് വരും. x equal to plus or minus root 8 എന്ന് വരും. രണ്ട് കണ്ടീഷൻസും വരും. x ന് plus or minus root 8 എന്ന രീതിയിലാണ് വരിക. കാരണം ഇവിടെ സ്ക്വയർ ആയത് കാരണം രണ്ട് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. പ്ലസും മൈനസും നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. രണ്ട് സൈഡ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ്. ദെൻ അതിൽ നിന്ന് x നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. x equal to plus or minus root 8 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ക്ലിയർ? സോ 2x2 മെട്രിക്സിന്റെ ഏറ്റവും സിമ്പിൾ ആയ ഈ ചോദ്യങ്ങളെല്ലാം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള, പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. സോ ഇത് ബേസിക്കലി ഇതൊന്നും അറിഞ്ഞു വെക്കുക. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് 3x3 വരുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് 3x3 ഓർഡറിലുള്ള ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. സോ അടുത്ത് ചെയ്യാൻ പോകുന്നത് 3x3 ഓർഡറിലുള്ള ഡിറ്റർമിനൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് വ്യത്യാസമായ ഡിഫറെന്റ് മെത്തേഡിൽ ചെയ്യാം. ഞാൻ ഒരു 2 മെത്തേഡ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. 3 minus 1 minus 2 0 0 minus 1 3 minus 5 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമുക്ക് 2 രീതിയിൽ അല്ലെങ്കിൽ 3 രീതിയിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. R1 R2 R3 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ഏതിന്റെ ബേസിസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബേസ്ഡ് ഓൺ ഫസ്റ്റ് റോ ചെയ്യാം, സെക്കൻഡ് റോ ചെയ്യാം, തേർഡ് റോ ചെയ്യാം. ഇത് മൂന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നിനും ഓരോരോ ഫോമാറ്റ് ആണുള്ളത്. R1 ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ്, R2 ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് മൈനസ്, R3 ചെയ്യുമ്പോഴും പ്ലസ് മൈനസ് പ്ലസ്. സോ ഇത് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ ഏത് റോ ആണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ഒരു മെത്തേഡിലായിരിക്കും നമ്മുടെ സൈൻ ഇടുന്നത്. സെക്കൻഡ് റോനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ സെക്കൻഡ് മെത്തേഡിലാണ്. തേർഡ് ആകുമ്പോൾ ഫസ്റ്റ് റോന്റെ അതേ മെത്തേഡിൽ തന്നെയാണ് തേർഡ് റോയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ ഈ 3 രീതിയിൽ ചെയ്താലും നമ്മുടെ ആൻസർ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ആൻസറിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ചെയ്യുന്ന നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ റോയിന്റെ ബേസിൽ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് റോയിന്റെ ബേസിൽ ചെയ്യാം. R1ന്റെ ബേസിൽ എങ്ങനെ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ ആദ്യത്തെ റോ എടുക്കുകയാണ്. R1 നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതല്ല R1 ആദ്യത്തെ റോ. സോ അതിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 3 നമ്മൾ പുറത്തിട്ടു. 3 എടുക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പ്ലസ്. സോ 3 പ്ലസ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. 3 പ്ലസ് ആയിട്ട് വെച്ചു. ബാക്കി ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എലിമിനേറ്റ് ചെയ്തോ. ബാക്കി എന്താ ഉള്ളത്? 0 minus 1 minus 5 0. ക്ലിയർ? ആദ്യത്തെ എലമെന്റ് എടുത്തു വെച്ചാൽ അതിന്റെ റോയും അതിന്റെ കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ള എലമെന്റ്സ് നമ്മൾ ഡിറ്റർമിനന്റിന്റെ അകത്ത് എഴുതി. അടുത്തത് നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? -1 ആണ്. സോ -1 ഇടുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. സോ -1 എന്നിടാം. മൈനസ് ഓഫ് -1. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ അടുത്ത എലമെന്റ് നമ്മൾ പുറത്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. സോ അടുത്ത എലമെന്റ് ഏതാണ്? -1 പുറത്തെടുത്തു. സോ -1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത ബാക്കി എന്താ ഉള്ളത്? 0 - 1 3 0. ക്ലിയർ അല്ലേ? അടുത്ത എലമെന്റ് -2 ആണ്. പക്ഷെ ഇവിടെ പ്ലസ് ആണ്. പ്ലസും മൈനസും എന്ന് വെച്ചാൽ മൈനസ് തന്നെ ഇടാം. സോ -2 പുറത്തെടുത്തു. ബാക്കിയുള്ള എലമെന്റ്സ് -2ന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്ത ബാക്കി എന്താ ഉള്ളത്? 0 0 3 - 5. 0 0 3 - 5. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ എലമെന്റ് പ്ലസ് ആണ്. സോ 3 ഓൾറെഡി പ്ലസ് ആയത് കാരണം 3 അങ്ങനെ തന്നെ ഇട്ടു. രണ്ടാമത്തെ എലമെന്റ് മൈനസ് ആണ്. സോ -1ന്റെ ഫ്രണ്ടിൽ ഞാനൊരു മൈനസ് ഇട്ടു. മൂന്നാമത്തെ എലമെന്റ് പ്ലസ് ഇടേണ്ടത്, പക്ഷെ ഓൾറെഡി ഒരു മൈനസ് ആയത് കാരണം മൈനസും പ്ലസും മൈനസ് തന്നെയാണ്. സോ -2 എന്നിട്ടു. ദെൻ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാലോ. ക്രോസ് ചെയ്തേ. 0 - 5. എങ്ങനെയാ 5 വന്നത്? -5 × -1 എത്രയാണ്? 5 ആണ്. സോ ഇടയിൽ ഒരു -5. ഇവിടെ പ്ലസ് 1 × 0 -3 എന്ന് വരും. ശരിയല്ലേ? 3 × -1 -3 ആണ്. ഇടയിൽ ഒരു മൈനസ്. 0 -3 -2 പുറത്തെടുത്തു. ഇവിടെ എന്ത് വരും? 0 എന്ന് തന്നെ വരും. കാരണം എന്താണ്? എനിത്തിങ് ഇൻറ്റു 0 ഈസ് 0. സോ അത് മനസ്സിലായി വിചാരിക്കും. ഇവിടെ എന്ത് വരും? -15 + 3 എന്ന് വരും. -15 + 3 പ്ലസ് അല്ലെങ്കിൽ -0 എന്ന് വരും. കാരണം 0 × anything 0 തന്നെയാണ്. ഈക്വൽ ടു -12 എന്ന് വരും. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടി? -12 എന്ന് കിട്ടി. ബേസ്ഡ് ഓൺ ഫസ്റ്റ് റോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ നമുക്ക് -12 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഇതേ ചോദ്യം സെക്കൻഡ് റോനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം.
സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് -12 ആണ്. സോ -12 ഞാൻ ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. -12 സെക്കൻഡ് റോനെ ബേസ് ചെയ്ത് ചെയ്യുക. സെക്കൻഡ് റോ ആണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം സെക്കൻഡ് റോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2 എലമെന്റ്സ് 0 ആണ്, ഒരു എലമെന്റ് ആണ് -1 ഉള്ളൂ. 2 എലമെന്റ്സ് 0 ആണ്, ഒരു എലമെന്റ് -1. സോ 0 ഉള്ള എലമെന്റ്സ് നമുക്ക് എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കാമല്ലോ. പറഞ്ഞുതരാം. സോ ആദ്യം നമ്മൾ 0 പുറത്തെടുത്തു. ഫസ്റ്റ് നമ്മൾ എന്ത് പുറത്തെടുക്കുന്നു? 0 നമ്മൾ പുറത്തെടുത്തു. സോ ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യാം. ഇതാണ് ആ റോ, സോ ഇതാണ് ആ കോളം, ഇതാണ് ആ റോ. സോ അത് രണ്ടും എലിമിനേറ്റ് ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? -1 -2 -5 0. അടുത്ത എലമെന്റ് മൈനസ് ഇട്ടാലും കുഴപ്പമില്ല. സോ മൈനസ് ദെൻ ആദ്യം നമ്മൾ മൈനസ് ഇടുക, പിന്നെ പ്ലസ് ആണ്. സോ അഗൈൻ 0 പുറത്തെടുത്തു. സെക്കൻഡ് 0 ആണ് പുറത്തെടുക്കുന്നത്. സോ ആ റോയും ആ കോളവും പോയി. ബാക്കി എന്താ ഉള്ളത്? 3 -2 3 0. ക്ലിയർ? ലാസ്റ്റ് എലമെന്റ് എന്താ ഉള്ളത്? -1 ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനം എന്താണ് സൈന്? മൈനസ് ആണ്. സോ മൈനസ് ഓഫ് -1. ആ -1 പുറത്തെടുത്ത ബാക്കി എന്താ ഉള്ളത്? ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3 -1 3 -5 3 -1 -5. ഫൈൻ. ഇതെല്ലാം 0ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 0ന്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ എങ്ങനെ പോയാലും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0 + 0 പ്ലസ് മൈനസും പ്ലസ് അല്ലേ? 1 × ക്രോസ് ചെയ്തേ -15 -3 എന്ന് വരും. -15 -3 ഈക്വൽ ടു എത്ര വന്നു? -12 എന്ന് വന്നു. ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ടാമത്തെ റോനെ ബേസ് ചെയ്ത് ഇപ്പോഴും നമ്മുടെ ഉത്തരം എത്ര വന്നത്? -12 തന്നെയാണ് വന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതായത് രണ്ടാമത്തെ റോനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം 2 എലമെന്റ്സ് 0 ആയിരുന്നു. സോ നമ്മളൊരു തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് റോയിലാണ് ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് ആ റോനെ ബേസ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വാല്യൂസ് കിട്ടും, അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് 3 രീതിയിൽ ചെയ്യാം. R3 ചെയ്താലും -12 തന്നെയാണ് വരിക. ക്ലിയർ? അത് ഞാൻ ചെയ്യുന്നില്ല, ടൈം കൂടുതലായിട്ട് പോകുന്നത് കൊണ്ടാണ്. സോ ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള റോ ആണ് കൂടുതലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എളുപ്പത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. കാരണം 2 എലമെന്റ്സ് അല്ലെങ്കിൽ 2 സിംപ്ലി 0 ആയി ക്യാൻസൽ ചെയ്താൽ ഒരെണ്ണത്തിന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ ഈ ചാപ്റ്ററിൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയി ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മൈനേഴ്സും കോഫാക്ടേഴ്സും. എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനന്റിന്റെ എലമെന്റ്സിന്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു 2x2 സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ 2x2 ഫോമാറ്റിലുള്ള ഒരു ഡിറ്റർമിനന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിനെ കണ്ടുപിടിച്ചതിന് ശേഷം 3x3 കിടക്കാം. സോ അതിന്റെ എലമെന്റ്സ് ആണ് 1 2 3 4. 1 2 3 4 ആണ് ഇതിന്റെ എലമെന്റ്സ്. സോ ഇതിന്റെ മൈനേഴ്സ് ആൻഡ് കോഫാക്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ മൈനർ, ആദ്യത്തെ എലമെന്റിന്റെ മൈനറിനെ നമ്മൾ M11 എന്നാണ് ഡിനോട്ട് ചെയ്യുക. M4 മൈനർ. M ആണ് മൈനറിനെ സൂചിപ്പിക്കുന്നത്. 1 1 ഇതെന്ന് പറഞ്ഞാൽ 1 1 എന്ന് പറയുന്ന ഫസ്റ്റ് 1 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും. സോ ആദ്യത്തെ റോയിലും ആദ്യത്തെ കോളത്തിലുള്ള എലമെന്റ് ഏതാണ്? 1 തന്നെയല്ലേ? സോ M11 എങ്ങനെ? ഒരു 2x2 സ്ട്രക്ചർ ആണെങ്കിൽ M11 എന്താന്ന് വെച്ചാൽ ആദ്യത്തെ എലമെന്റ് M11 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണല്ലോ M11. ഞാൻ റൗണ്ടിലിട്ട എലമെന്റ് ആണ് M11. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും അതിന്റെ മൈനർ എന്ന് പറയുന്നത്. സോ എത്രയായിരിക്കും? 4 ആണ് അതിന്റെ മൈനർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് M12. M12 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലേ? ഞാൻ റൗണ്ട് ഇട്ട എലമെന്റ് ആണ് M12. അതായത് ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും. ആദ്യത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് ഏതാണ്? 2 ആണ്. സോ അതിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 3 ആണ്. അടുത്തത് M21 എന്തായിരിക്കും? സെയിം വേ M21 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? 2 ആണ്. സോ M21 = 2. അടുത്തത് M22. M22 എന്ന് പറഞ്ഞാൽ 4 ആണ്. രണ്ടാമത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് ഏതാണ്? 4 ആണ്. സോ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് 1 ആണ്. ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണ് മൈനേഴ്സ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ജസ്റ്റ് ഏത് എലമെന്റ് ആണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 2x2 സ്ട്രക്ചറിലുള്ളതിന്റെ മൈനർ എന്ന് പറയുന്നത്. അടുത്ത കോഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഫാക്ടർ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. കോഫാക്ടറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? A എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ A11, ഞാൻ ഇതിനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് A11 അല്ലേ? സോ 1 + 1 എത്രയാണ്? 2 ആണ്. 2 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. 2 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. സോ ഈവൺ നമ്പർ വരികയാണെങ്കിൽ മൈനേഴ്സ് സെയിം തന്നെയായിരിക്കും കോഫാക്ടർ എന്ന് പറയുന്നത്. മൈനർ തന്നെയായിരിക്കും ഇവിടെ കോഫാക്ടർ എന്ന് പറയുന്നത്. സപ്പോസ് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ, ഉദാഹരണം 1 2 1 + 2 എത്രയാണ്? 3. അതൊരു ഓഡ് നമ്പർ ആണ്. സോ കോഫാക്ടർ എന്താണ്? അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. മൈനറിന്റെ നെഗറ്റീവ് ആയിരിക്കും കോഫാക്ടർ എന്ന് പറയുന്നത്. സോ A11 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. സോ മൈനർ തന്നെയാണ് കോഫാക്ടർ. അടുത്തത് A12. 1 + 2 ഒരു ഓഡ് നമ്പർ ആണ്. സോ നമുക്ക് മൈനർ കിട്ടിയിരിക്കുന്നത് 3 ആണ്. ഓഡ് നമ്പർ വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. സോ -3 എന്ന് വരും. അടുത്തത്
A21 എന്ന് പറയുന്നത് 1 + 2 എന്ന് പറയുന്നത് 3 ആണ്, ഓഡ് നമ്പർ ആണ്. സോ 2 ന്റെ നെഗറ്റീവ് എന്തായിരിക്കും? -2 എന്ന് വരും. അടുത്തത് A22 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. 2 + 2 എത്രയാണ്? 4 ആണ്. 4 ഒരു ഈവൻ നമ്പർ ആണ്. സോ മൈനർ തന്നെ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണ് കോഫാക്ടർ കണ്ടുപിടിക്കാന്ന് മനസ്സിലായ? നമുക്ക് വേണമെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക? ഇത് വെച്ച് മെട്രിക്സ് ഉണ്ടാക്കാം. 4 - 3 - 2 1. 4 - 3 - 2 1. ഓർഡർ എപ്പോഴും താഴെ എഴുതണം. 2/2 ആണ് ഇതിന്റെ ഓർഡർ. ക്ലിയർ അല്ലേ? സോ കോഫാക്ടർ എന്ന് പറയുന്ന എലമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ എപ്പോഴും താഴെ എഴുതിയിരിക്കണം. ക്ലിയർ അല്ലേ? സോ വളരെ സിമ്പിൾ ആണ്. അറിയേണ്ട ഒരു കാര്യം, മൈനേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം, ഇതൊരു സിമ്പിൾ ട്രിക്ക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് -1 പവർ ഓഫ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സോ അത്രയ്ക്കൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 + 1, അതായത് ഈ പറയുന്ന എന്റെ താഴെയുള്ള നമ്പേഴ്സ് ആഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ മൈനേഴ്സ് അതുപോലെ തന്നെ എഴുതാം. സപ്പോസ് നിങ്ങൾക്ക് ഓഡ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ മൈനേഴ്സിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തെഴുതാം. മൈനേഴ്സിന്റെ ഓപ്പോസിറ്റ് സൈൻ. മൈനർ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരും. ക്ലിയർ അല്ലേ? സോ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു 3/3 ഓർഡറിലുള്ള ഡിറ്റർമിനന്റിന്റെ എലമെന്റ്സിന്റെ മൈനേഴ്സും കോഫാക്ടറും ചെക്ക് ചെയ്യാം. ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്. സോ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. 2/2 അല്ല, 3/3 ആണ്. സോ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്യാം. സോ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 0 4 3 5 -1 0 1 2. 1 0 4 3 5 -1 0 1 2. എങ്ങനെ നമുക്ക് ഇതിന്റെ മൈനേഴ്സ് കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ്. സോ ആദ്യം M11, അതായത് M11 എന്താണ്? 1 ആണ്. ഫൈൻ. സോ അത് പാസ് ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി എന്താ ഉള്ളത്? അത് പാസ് ചെയ്യുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ 5 - 1 1 2 ആണ്. ശരിയല്ലേ? 5 ഈ റോയും ഈ കോളവും പോയി. സോ 5 - 1 1 2. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമുക്ക് ഇങ്ങനെ എഴുതിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര ബോർ അടിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. സോ ക്രോസ് ചെയ്ത് എന്ത് വരും? 10 - -1 എന്ന് വരും. ഈക്വൽ ടു 10 + 1 11 എന്ന് വരും. ഈക്വൽ ടു 11. M12 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0ന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്തേ. ബാക്കി എന്താ ഉള്ളത്? 3 - 1 0 2. 3 - 1 0 2 ഈക്വൽ ടു 6 - -0. 6 - 0 എന്ത് തന്നെ വരിക? 6 തന്നെയാണ് വരിക. സോ നമുക്ക് രണ്ടാമത്തെ മൈനർ എത്ര കിട്ടി? 6 എന്ന് കിട്ടിയത്. M13 എന്ന് പറഞ്ഞാൽ 4. സോ 4ന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്ത ബാക്കി എന്താ ഉള്ളത്? 3 5 0 1. 3 5 0 1 ക്രോസ് ചെയ്താൽ 3 - 0 ഈക്വൽ ടു 3 എന്ന് വന്നു. 3 - 0 ഈക്വൽ ടു 3 എന്ന് വന്നു. സോ ഞാൻ മൈനസ് ഇവിടെ എഴുതുകയാണ്. സോ M11 ഈക്വൽ ടു 11, M12 ഈക്വൽ ടു 6, M13 ഈക്വൽ ടു 3. ക്ലിയർ? മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സിനും ഇതുപോലൊക്കെ തന്നെ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡിൽ ബാക്കിയുള്ള എലമെന്റ്സിനെ കണ്ടുപിടിക്കാം. അടുത്തത് M21. M21 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3ന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 0 4 1 2 ആണ്. ക്രോസ് ചെയ്തേ. 0 - 4 എന്ന് വരും. ഈക്വൽ ടു -4 എന്ന് വരും. 0 - 4 എന്ന് വരും. ഈക്വൽ ടു -4 എന്ന് വരും. അടുത്തത് M22 എന്ന് പറഞ്ഞാൽ 5. സോ 5ന്റെ റോയും കോളവും എലിമിനേറ്റ് ചെയ്താൽ ബാക്കി 1 4 0 2. ക്രോസ് ചെയ്താൽ 2 - 0 ഈക്വൽ ടു 2 എന്ന് വന്നു. 2 - M23 എന്ന് പറയുന്ന രണ്ടാമത്തെ റോയിലെയും മൂന്നാമത്തെ കോളത്തിലുമായ -1ന്റെ മൈനർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്യാം. ദെൻ 1 0 0 1 ഈക്വൽ ടു 1 - 0 ഈക്വൽ ടു 1 എന്ന് വരും. ക്ലിയർ? സോ നമുക്ക് രണ്ടാമത്തെ റോയിനും കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. സോ M21 ഈക്വൽ ടു -4, M22 ഈക്വൽ ടു 2, M23 ഈക്വൽ ടു 1. സോ ക്ലിയർ? ദെൻ നമുക്ക് മൂന്നാമത്തെ റോയിന്റെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ റോയിലുള്ള എലമെന്റ്സിന്റെ മൈനേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത റോ, മൂന്നാമത്തെ റോയിലുള്ള എലമെന്റ്സ് ആദ്യം M31. സോ 0 ആണ്. സോ ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്യുക. ബാക്കി 0 4 5 - 1 ഈക്വൽ ടു 0 - 20 എന്ന് വരും. 0 - 20 എന്ന് വരും. ശരിയല്ലേ? 0 × -1 0, 5 × 4 20. ഇടയിലൊരു മൈനസ് ഈക്വൽ ടു -20 എന്ന് വരും. അടുത്തത് M32 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1 ആണ്. സോ ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്തു. ബാക്കി 1 4 3 - 1 1 4 3 - 1 ഈക്വൽ ടു ക്രോസ് ചെയ്താൽ -1 -12 എന്ന് വരും. ഈക്വൽ ടു -13 എന്ന് വരും. ഈക്വൽ ടു -13 എന്ന് വരും. നെക്സ്റ്റ് വൺ M33 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 ആണ്. സോ 2ന്റെ റോയും കോളും എലിമിനേറ്റ് ചെയ്ത ബാക്കി 1 0 3 5 എന്ന് വന്നു. സോ 5 - 0 ഈക്വൽ ടു 5. 5 - 0 ഈക്വൽ ടു 5. ദെൻ നമുക്ക് എല്ലാ എലമെന്റ്സും എഴുതാലോ. M31 ഈക്വൽ ടു -20, M32 ഈക്വൽ ടു
minus 13 m33 equal to 5. സോ എല്ലാ എലമെന്റ്സിന്റെയും ഈ പറയുന്ന ഡിറ്റർമിനന്റിന്റെ എല്ലാ എലമെന്റ്സിന്റെയും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മൈനേഴ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കാലോ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോഫാക്ടർ ആണ്. A11 നമുക്ക് M11 എത്ര കിട്ടിയത്? 11 ആണ്. 1 + 1 ഈവൺ നമ്പർ ആണ്, 2 ആണ് വരിക. സോ അതേ നമ്പർ തന്നെ വരും. അടുത്തത് A12 ഓഡ് നമ്പർ ആണ്. ഇവിടെ എത്ര കിട്ടി? 6. സോ ഓപ്പോസിറ്റ് സൈൻ -6 എന്ന് വരും. A13 ഈവൺ നമ്പർ ആണ്. സോ 3 അതുപോലെ തന്നെ വരും, 3. അടുത്തത് A21 2 + 1 3 ഓഡ് നമ്പർ ആണ്. സോ -4 പോയിട്ട് 4 ആയി മാറും. അടുത്തത് A22 എന്ന് പറയുന്നത് 2 ആണ്. സോ ഈവൺ നമ്പർ ആണ്, സെയിം തന്നെ വരും. A23 എന്ന് പറയുന്നത് 2 + 3 ഓഡ് നമ്പർ ആണ്. സോ സൈൻ മാറും, 1 ന് പകരം -1 ആയിട്ട് വരും. അടുത്തത് A31 എത്രയാണ്? -20 ആണ്. ഈവൺ നമ്പർ ആണ്, -20 തന്നെ വരും. അടുത്തത് A32 3 + 2 ഓഡ് നമ്പർ ആണ്. സോ -13 പോയിട്ട് എന്തായി മാറും? 13 ആയിട്ട് വരും. അടുത്തത് A33 3 + 3 6 ആണ്. ഈവൺ നമ്പർ ആണ്. സോ 5 അതുപോലെ തന്നെ 5 എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. സോ 11 -6 3 4 2 -1 -20 13 5. ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചത് മനസ്സിലായോ? ജസ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന മൈനേഴ്സ് പൊതുവായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻഡിവിജ്വലി ഓരോ എലമെന്റ്സ് എടുത്തിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന് മാത്രം ഡിറ്റർമിനന്റിൽ ഇട്ട് മൈനേഴ്സ് കണ്ടുപിടിക്കുക. മൈനേഴ്സ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഈവൺ നമ്പേഴ്സിൽ സെയിം തന്നെയായിരിക്കും കോഫാക്ടർ എന്ന് വരിക. ഓടാണ്, സം വരുന്നത് ഓടാണെങ്കിൽ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് എഴുതാം. സോ -4 വരുമ്പോൾ 4 ആയിട്ട് തന്നെ എഴുതണം, അല്ലാതെ -4 എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ നെഗറ്റീവ് വന്നാൽ അതിനെ പോസിറ്റീവ് ആക്കി എഴുതാം. ക്ലിയർ? സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഈ ചോദ്യത്തിന്റെ അവസാനത്ത് നിർത്തിയെടുത്തത് അല്ലെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസറിൽ നിന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം. അടുത്ത ടോപ്പിക്കാണ് ഇൻവേഴ്സ്. എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനന്റിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? സോ അതിന് നമ്മൾ ഇതേ പ്രൊസീഡിങ്സിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്താൽ കൂടുതൽ സമയം നിങ്ങൾക്ക് ലാഗ് ആവും. സോ സെയിം വേ നമുക്കിവിടെ എന്ത് കിട്ടി? കോഫാക്ടർ മെട്രിക്സ് കിട്ടി. സോ കോഫാക്ടർ മെട്രിക്സ് എന്നാണ് നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യേണ്ടത്. സോ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൈനർ ആണ്, ദെൻ അഡ്ജോയിന്റ്, പിന്നെ കോഫാക്ടർ ആണ്, ദെൻ കോഫാക്ടർ മെട്രിക്സ് ആണ്. മൈനേഴ്സ് കോഫാക്ടർ കണ്ടുപിടിച്ചു, കോഫാക്ടർ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ക്ലിയർ? ഇതുവരെ സെയിം തന്നെയാണ്. ഏത് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാലും ഇതേ മെത്തേഡ്സ് ഫോളോ ചെയ്യാം. ദെൻ ഞാൻ ഇൻവേഴ്സിന്റെ ഒരു ഇക്വേഷൻ എഴുതാം. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. തന്നിരിക്കുന്ന മെട്രിക്സ് നമുക്ക് A എന്ന് സൂചിപ്പിക്കാം. ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. ഇതാണ് അതിന്റെ ഫോർമുല. സോ അഡ്ജോയിന്റ് ഓഫ് A എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് അഡ്ജോയിന്റ് ഓഫ് A എന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഡിറ്റർമിനന്റ് A നിങ്ങൾക്ക് എന്താ അറിയാം. ഡിറ്റർമിനന്റ് A നമുക്ക് അറിയാം. സോ ക്ലിയർ? സോ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ മുകളിലത്തെ ഈ കാര്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ള അഡ്ജോയിന്റ് A ആണ്. അഡ്ജോയിന്റ് Aന്റെ റിലേഷൻ ഞാൻ എഴുതി തരാം. അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. സോ ഈ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. സോ റോൾസിനെ കോളം ആക്കി എഴുതാം. 11 -6 3 4 2 -1 -20 13 5. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചത് മനസ്സിലായ? ഇതിന്റെ റോസിനെ കോളം ആക്കി എഴുതി, അത്രയേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി? അഡ്ജോയിന്റ് A കിട്ടി. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കണം. സോ ഡിറ്റർമിനന്റ് ഓഫ് A, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ചെയ്യാം? R1 ഉപയോഗിച്ച് ചെയ്യാം. കാരണം R1ലാണ് ഒരു 0 ഉള്ളത്. സോ ആ എലമെന്റ് എലിമിനേറ്റ് ചെയ്യാം. സോ 1 × 1 ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് 5 -1 1 2 +0 0 ഒഴിവാക്കാം. അടുത്തത് +4 × കാരണം 0 എഴുതിയാൽ എന്തായാലും 0 ആണ്. സോ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത് 4 × 3 5 0 1 എന്ന് വരും. ഈക്വൽ ടു 10 -1 +4 × 3 -0 എന്ന് വരും. സോ ക്ലിയർ? അപ്പൊ 11 + 12 ഈക്വൽ ടു 23 എന്ന് വരും. സോ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എത്ര വന്നു? 23 എന്ന് വന്നു. സോ നമുക്ക് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാലോ. സോ A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിറ്റർമിനന്റ് A നെ പുറത്തെടുക്കാം. സോ 1/23 നെ പുറത്തെടുത്തു. ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ്? കോഫാക്ടർ അല്ലെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് A അല്ലേ? കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് A ആണ്. അത് നമുക്ക് എഴുതാലോ. 11 4 -20 -6 2 13 3 -1 5 3 -1 5. ക്ലിയർ? ഇത്രയേ ഉള്ളൂ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. സോ ഒരു ഡിറ്റർമിനന്റിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കണം,
കോഫാക്ടർ കണ്ടുപിടിക്കണം, കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. സോ അഡ്ജോയിന്റ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. സോ നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചു. സോ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. ഒരു ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. R1 ബേസ് ചെയ്തിട്ട് R2 ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ R3 ബേസ് ചെയ്ത് ചെയ്യാം. ഇവിടെ R1 0 ഉള്ള കാരണം ഞാൻ R1 ബേസ് ചെയ്ത് ചെയ്തു. അപ്പൊ നമുക്ക് 23 എന്ന് പറയുന്ന ആൻസർ കിട്ടി. സോ അഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ ആണ്. അഡ്ജോയിന്റ് ഒരു മെട്രിക്സ് ആണ്, അതിനെ ഡിറ്റർമിനന്റ് എ വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ മെട്രിക്സിൽ നമുക്ക് ഡിവിഷൻ പോസിബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനെ മെട്രിക്സിൽ ഡിവിഷൻ പോസിബിൾ അല്ലാത്ത കാരണം 1 ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു എന്ത് ചെയ്തു, അഡ്ജോയിന്റ് എ എന്ന് എഴുതി. 1 ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ എന്ന് എഴുതി. വൃത്തിയായിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് മനസ്സിലാവാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സോ പ്രോസസ്സ് എന്തൊക്കെ കണ്ടുപിടിക്കുന്ന ഓർഡർലി മനസ്സിലാക്കി വെക്കുക, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് തരും. സോ 2 ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 2x + 5y = 1, 3x + 2y = 7. ഇതിൽ എന്താ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞുതരാം. സോ ആദ്യം നമ്മൾ ഇതിന്ന് എടുത്തെഴുതേണ്ട ഒരു ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തെഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ് ഈ ഇക്വേഷൻ എന്ന് എടുത്തെഴുതുന്നത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്, 2. വൈന്റെ കോഎഫിഷ്യന്റ് 5. താഴെയുള്ള രണ്ടാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോഎഫിഷ്യന്റ് 3, വൈന്റെ കോഎഫിഷ്യന്റ് 2. ക്ലിയർ അല്ലേ? സോ എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിയില്ലേ, 2 5 3 2. 2 5 3 2 എന്നാണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് കോഎഫിഷ്യൻസ് മാത്രം എടുത്തെഴുതിയാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. അടുത്ത ബി എന്ന് പറയുന്ന മെട്രിക്സ്, ബി എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. അതായത് ഈക്വൽ ടുവിന് ശേഷമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1 7. സോ 1 7 എടുത്തെഴുതുന്നു, 1 7. ഇതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ എയും ബിയും എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായ? എ എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യൻസ് എടുത്ത് എഴുതി. ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടുവിന് ശേഷമുള്ള എലമെന്റ്സ് എടുത്ത് എഴുതി. ഫൈൻ. ദെൻ എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൂടി വേണം. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എക്സും വൈയും ആണ്. സോ എക്സും വൈയും മാത്രം എടുത്തെഴുതുന്ന മെട്രിക്സ് ആണ് എക്സ്, ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. സോ 3 മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതുപോലെയുള്ള ഇക്വേഷൻസ് വരുമ്പോൾ എ ബി അതുപോലെ തന്നെ എക്സ് 3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇനി എങ്ങനെയാണ് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം? ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അതായത് എക്സ് ഈക്വൽ ടു മെട്രിക്സ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. മെട്രിക്സ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ്സ് ഉള്ള മെട്രിക്സ് ആണ്. സോ ആ മെട്രിക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഒപ്പം ബി എന്ന് പറയുന്ന മെട്രിക്സ് ഗുണിക്കാനും നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആദ്യം നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സിന് ആദ്യം എന്ത് വേണം? മൈനേഴ്സ് വേണം, കോഫാക്ടർ വേണം, അഡ്ജോയിന്റ് വേണം, ഡിറ്റർമിനന്റ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? എ ഇൻവേഴ്സ് കിട്ടത്തുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം മൈനർ M11 എന്താണ്? M11 എത്ര വരും? 2 എന്ന് വരും. M12 ഈക്വൽ ടു 3 എന്ന് വരും. M21 ഈക്വൽ ടു 5 എന്ന് വരും. M22 ഈക്വൽ ടു 2 എന്ന് തന്നെ വരും. സോ ദെൻ ഇതാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. A11 ഈക്വൽ ടു 2 തന്നെ വരും. A12 ഈക്വൽ ടു -3, A21 ഈക്വൽ ടു -5, A22 ഈക്വൽ ടു 2 തന്നെ വരും. ക്ലിയർ? സോ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു ഇത് ഉപയോഗിച്ച് ചെയ്യാം. സോ 2 -3 -5 2. ക്ലിയർ? എങ്ങനെയാ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാം. ദെൻ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് എ എന്നല്ലേ? സോ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിന് ട്രാൻസ്പോസ്. സോ 2 -3 -5 2 എന്ന് വരും. ക്ലിയർ? സോ എങ്ങനെയാണ് അഡ്ജോയിന്റ് വരെ കണ്ടുപിടിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ആവശ്യം എന്താണ്? ഡിറ്റർമിനന്റ് ആണ് ആവശ്യം. എങ്ങനെയാണ് ഒരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം? സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ക്രോസ് ചെയ്യാം. 2 × 2 - 5 × 3 ഈക്വൽ ടു 4 - 15 ഈക്വൽ ടു -11. സോ ഡിറ്റർമിനന്റ് നമുക്ക് കിട്ടി. ദെൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാലോ. A inverse equal to adjoint A divided by determinant A ആണ്. So 1 divided by -11 into 2 - 5 -3 2. 2 - 5 കാരണം ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 by that term ഇൻറ്റു കൊണ്ട് നമുക്ക് കൊടുക്കാം. മെട്രിക്സ് ഒരിക്കലും ഡിവിഷൻ പോസിബിൾ അല്ല. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 1 divided by -11 into 2 - 5 -3 2 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത് x equal to A inverse into B അല്ലേ?
സോ എ ഇൻവേഴ്സ് നമുക്കറിയാം എന്താണ് -1 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 2 - 5 - 3 2 ഇൻറ്റു ബി എത്രയാണ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 17. ക്ലിയർ അല്ലേ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ടേംസ് എല്ലാം മാറ്റിയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ -1/11 അവിടെ ഇരുന്നോട്ടെ. -1/11 നമുക്ക് അവിടെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. അതിനു മുമ്പ് ഈ മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്, ഇതിന്റെ ഓർഡർ 2/1 ആണ്. 2 റോയും ഒരു കോളമാണ്. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/1 ആയിരിക്കും. സോ 2/1 എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക. അങ്ങനെയാണ് മനസ്സിലായില്ലേ? ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ 2/2, രണ്ടാമത്തെ 2/1. സോ നമുക്ക് കിട്ടുന്നത് 2/1 ഇതിന്റെ റോയും ഇതിന്റെ കോളവും. സോ 2/1. ക്ലിയർ അല്ലേ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. സോ 2 × 1 പ്ലസ് -5 × 7 അപ്പൊ എന്ത് വരും? -35 എന്ന് വരും. അടുത്ത താഴെ -3 × 1 പ്ലസ് 2 × 7 14 എന്ന് വരും ഈക്വൽ ടു -1/11 ഇൻറ്റു സിംപ്ലിഫൈ ചെയ്തേ 2 - 35 ഇവിടെ -3 + 14 ഈക്വൽ ടു -1/11 ഇൻറ്റു -33 താഴെ 11 എന്ന് വരും. സോ മൈനസ് നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് വരും? 1/11 ഇൻറ്റു 33 ഡിവൈഡഡ് ബൈ 33 താഴെ -11 എന്ന് വരും. കാരണം എന്താണ്? ഈ പുറത്തുള്ള കോൺസ്റ്റന്റിന്റെ മൈനസ് ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയിട്ട് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 33 ഡിവൈഡഡ് ബൈ 11 -11 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു എന്ത് കിട്ടി? 3 -1 എന്ന് കിട്ടി. 3 -1 എന്ന് കിട്ടി. ഉത്തരം ഇവിടെ കഴിഞ്ഞു. കാരണം എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ ശ്രദ്ധിച്ചേ. x = 3 1 എന്ന് കിട്ടി. സോ ഇതിൽ സ്മോൾ ലെറ്റർ x = എത്ര കിട്ടും? 3 എന്ന് കിട്ടും. y = നമുക്ക് എത്ര കിട്ടി? -1 എന്ന് കിട്ടി. y = -1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി ഓർഡർ പറഞ്ഞു തരാം എങ്ങനെയാ ചെയ്യാന്ന്. സോ ആദ്യം നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് a മെട്രിക്സും b മെട്രിക്സും x മെട്രിക്സും കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സിലുള്ള എലമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും, അതായത് എക്സും വൈയും ഇക്വേഷനിലുള്ള എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ a ഇൻവേഴ്സ് ഇൻറ്റു ബി. അതാണ് ഫോർമുല. a ഇൻവേഴ്സ് ഇൻറ്റു ബി. തന്നിരിക്കുന്ന എ മെട്രിക്സിന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, അടുത്തത് എ ഇൻവേഴ്സ്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. അതിന്റെ ഒപ്പം നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? ബി എന്ന് പറയുന്ന ഈക്വൽ ടുവിന് ശേഷമുള്ള മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. സോ എക്സിലുള്ള എലമെന്റ്സ് ആണ് എക്സും വൈയും എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ചോദ്യം മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ ഇതിന്റെ ഒരു 3/3 വേർഷൻ കൂടി വരും. അതായത് ഇക്വേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെട്രിക്സ് 3/3 ഫോർമാറ്റിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ചോദ്യം ഞാൻ എഴുതി തരാം. 2x plus 3y plus z equal to 6, x plus 2y minus z equal to 2, 7x plus y plus 2z equal to 10. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇതിലും എന്ത് കണ്ടുപിടിക്കാനാ പറയാ? XYZ കണ്ടുപിടിക്കാനാണ് പറയുക. ഇവിടെ z കൂടി വരും, അവിടെ XY മാത്രമേ ഉള്ളൂ. ഇവിടെ z കൂടി വരും. സെയിം ഫോർമാറ്റ് ആണ്. ഞാൻ പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടിങ് ഞാനൊന്ന് എഴുതി തരാം. a equal to എന്ത് വരും? a equal to 2 3 1 1 2 -1 7 1 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ജസ്റ്റ് XYZ ന്റെ കോഎഫിഷ്യൻസ് എല്ലാം എടുത്ത് എഴുതി. ഇവിടെ -z ആയത് കാരണം -1 വരും. ക്ലിയർ? അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദെൻ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? 6 2 10 എന്ന് വരും. x എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? x y z എന്ന് വരും. ക്ലിയർ? ഇത് മൂന്നും നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം x = a ഇൻവേഴ്സ് b അല്ലേ? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 3/3 ആയിട്ടുള്ള മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ആദ്യം അതിന്റെ മൈനർ, കോഫാക്ടർ, ഡിറ്റർമിനന്റ്, അഡ്ജോയിന്റ്, എ ഇൻവേഴ്സ്. ദെൻ ആ കിട്ടിയതിനെ ബി യു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എക്സ് കിട്ടും. സോ എക്സിനുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് അറിയാൻ പറ്റും. അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ വൃത്തിയായിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിട്ട് തരികയാണ്. സോ വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ആൻസേഴ്സ് എന്തായാലും ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കും. ഫൈൻ. സോ നിങ്ങളൊന്ന് വർക്ക് ചെയ്തിട്ട് XYZ ന്റെ വാല്യൂസ് ഒന്ന് കമന്റ് ചെയ്യുക. ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. സോ ഇതോടുകൂടി ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടോ ചെയ്ത പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. കാരണം ഞാൻ ഓൾറെഡി കോഫാക്ടർ മെട്രിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. പൊതുവെ ഇൻവേഴ്സ് തരുമ്പോൾ ഡിറ്റർമിനന്റിന്റെ ബേസിസിലല്ല തരിക, മെട്രിക്സിന്റെയാണ് അവർ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുക. ഞാനൊരു കണ്ടിന്യൂഷൻ പോലെ ചെയ്തത് കൊണ്ട് ഞാൻ ഡിറ്റർമിനന്റിന്റെ
ഇൻവേഴ്സ് കണ്ടുപിടിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനൊരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പൊതുവെ ചോദ്യത്തിനകത്ത് ഡിറ്റർമിനന്റ് ആയിരിക്കില്ല, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ വരിക. സോ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആയിരിക്കും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വരിക. സോ അത് മാത്രം ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഞാനൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സോ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താലും മതി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.